ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ. വെറും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇത് ഉണ്ടാക്കാനും പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 3 പീസ് ശർക്കര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പം നമ്മളിതിൽ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 2 ഒരുമിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ പീസൊന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. വലിയ പീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് വേവാതെ അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റിക്കൊടുത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ തിളവൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കുറുകി വരാൻ വേണ്ടി കൂടുതൽ സമയമൊന്നും ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലോ ഫ്ലെയിമിലാണെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ആ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവൊന്നും കുറക്കാതിരിക്കുക കേട്ടോ. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് തേങ്ങ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും കൈയെടുക്കാതെ ഇതുപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2-3 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ പൊടി ഉണ്ടാവുമല്ലോ അതിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് കുറുകി കിട്ടും. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും കുറേ സമയം എടുക്കുമെന്ന്. അത്ര സമയം എടുക്കില്ല, പെട്ടെന്ന് കുറുകി കിട്ടും. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി വരുന്നിട്ടുണ്ടല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, വലിയ പഴം, അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കാഷ്യൂ നട്ട്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിട്ടതിന് ശേഷം നമ്മൾ കൂടുതൽ സമയമൊന്നും ഇത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാട്ടോ എടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൽവ പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു സ്പൂണിൽ കുറച്ചൊന്ന് നെയ്യാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഷേപ്പായി കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തേങ്ങ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.